സ്വന്തം വോട്ട് ബാങ്ക് അപകടത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു NDA സഖ്യത്തിന് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, ഇതൊരു തരം ഭീഷണിപ്പെടുത്തി തിരിച്ചെടുക്കുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, അതായത് ഇന്ത്യ സഖ്യം ഉണ്ടാകുന്നതിന് മുമ്പും എപ്പോഴൊക്കെ ഈ കോൺഗ്രസിനോടൊപ്പം സഖ്യകക്ഷിയായിരുന്നോ അവർ കുറേ കൂടി അവരുടെ പാർട്ടി കുറേ കൂടി ഐഡിയോളജിക്കൽ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ BJP എതിർക്കുന്നു എന്നതിനെക്കുറിച്ച് ഹേമന്ത് സോറൻ വോക്കലാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ട്രൈബൽസും മൈനോറിറ്റീസുമാണ്. ഈ രണ്ട് വോട്ട് ബാങ്ക് JMMനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അപ്പോൾ ട്രൈബൽസ് ഒരിക്കലും, ജാർഖണ്ഡിലെ ട്രൈബൽസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു BJP അലയൻസിനെ ഇഷ്ടപ്പെടുന്നവരല്ല. അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണം വെച്ചാൽ ജാർഖണ്ഡ് ഒരു മൈനിങ് ഫീൽഡാണ്. ഈ മൈനിങ് ഫീൽഡിൽ പ്രത്യേകിച്ച് മോദി സർക്കാർ വന്നതിന് ശേഷം കോർപ്പറേറ്റുകൾ ഉപയോഗിച്ച് ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നതും അവിടെയുള്ള പ്രൊട്ടസ്റ്റുകൾ അടിച്ചമർത്തുന്നതും അവരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോട് അതിരൂക്ഷമായ വിമർശനമുണ്ട്. അതുകൊണ്ടാണ് ഇവർ JMMന് വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്താൽ മതിയല്ലോ. BJPക്ക് വോട്ട് ചെയ്താലും അവരെ സംബന്ധിച്ച് നല്ലതാണ്. ഒരു കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ച് അവർ ഞങ്ങൾ ഭരിച്ചോട്ടെ അവർ തീരുമാനിക്കുന്നതിൻ്റെ കാരണം ആ നയങ്ങളാണ്. മൈനോറിറ്റീസിന് BJPയോടുള്ള എതിർപ്പ് നമ്മൾ വേറെ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ അതിനെ അപകടത്തിലാക്കിക്കൊണ്ട്, സ്വന്തം വോട്ട് ബാങ്ക് അപകടത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു NDA സഖ്യത്തിന് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, അതായത് ഇതൊരു തരം ഭീഷണിപ്പെടുത്തി തിരിച്ചെടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട JMMനെ മാത്രമല്ല നടത്തിയെടുക്കുന്നത്. JMM 43 സീറ്റിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. മത്സരിച്ചത് 34 ജയിച്ചു. അപ്പോൾ നല്ല സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ് JMM എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിൽ. നിങ്ങൾ പോരുമ്പോൾ 11 കോൺഗ്രസ് MLA-മാരെ കൂടി അടർത്തിയെടുക്കും എന്നാണ് വാക്ക് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാണ് ചെയ്യുന്നത്? JMMനെ മാത്രം വിളിച്ചാൽ പോലെ JMMും ഈ 11 ഇല്ലാതെ JMMും BJP ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഭരിക്കാം. എന്തിനാ ഈ കോൺഗ്രസിൻ്റെ 11 കൂടി അടർത്തിയെടുക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് നീക്കമാണ്. അതായത് ഒരു സംസ്ഥാനം കൂടി ഇന്ത്യ സഖ്യത്തെ നഷ്ടപ്പെടുത്തുക, കോൺഗ്രസിനെ അവിടെ ശിഥിലമാക്കുക, JMMനൊപ്പം നിർത്തുക എന്നുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് നീക്കം തന്നെയാണത്. അതിനുള്ള ആയുധം നേരത്തെ പ്രൊമോദ് സാർ പറഞ്ഞു. ഒന്ന്, ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ രാജിവെക്കണം, പ്രധാനമന്ത്രി മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള നിയമം വരാൻ പോവാണ്. അത് വെച്ചിട്ടുള്ള ഭീഷണി തന്നെയാണ്.